ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലം ഏറ്റവും വിൽക്കപ്പെട്ട ഒരു ബ്രാൻഡായിരുന്നു നരേന്ദ്രമോദി. 2024 ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ അതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന് ഒരു സ്പേസുമില്ലാത്ത രീതിയിൽ 400 സീറ്റുമായി അധികാരത്തിൽ വരുമെന്ന വ്യാജ പ്രചരണം പാർലമെൻറ്റ് മുതൽ എല്ലാ സ്ഥലങ്ങളിലും പ്രചരിപ്പിക്കാൻ മോദിക്ക് സാധിച്ചിരുന്നു, BJPക്ക് സാധിച്ചിരുന്നു. വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമായ ഗോദി മീഡിയകൾ എല്ലാവിധത്തിലും ഈ ആശയം പ്രചരിപ്പിച്ചിരുന്നു. BJPയുടെ പ്രകടന പത്രികയേക്കാൾ, BJP ഉയർത്തുന്ന ഹിന്ദുത്വ ആശയത്തെക്കാൾ, വികസന രാഷ്ട്രീയത്തെക്കാൾ മോദിയും BJPയും മുമ്പോട്ട് വെച്ച ഒരേ വാചകം മോദി ഗ്യാരണ്ടി എന്നായിരുന്നു. മോദിയുടെ ഉറപ്പ്. BJP അധികാരത്തിൽ വരട്ടെ വരാതിരിക്കട്ടെ, പ്രതിപക്ഷത്തിന് സ്പേസ് ഉണ്ടാകുന്ന, അവർക്ക് ശബ്ദമുണ്ടാകുന്ന ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ആകെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ജൂൺ 4 ഉണ്ടാവുക. 2014 2019 മോദി വിറ്റഴിച്ച വികസന കാഴ്ചപ്പാടുകൾ, വ്യാജ വാഗ്ദാനങ്ങൾ ഇനിയും ആവർത്തിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യയിലെ രാഷ്ട്രീയം ഉയർന്നു വന്നിരിക്കുന്നു. മോദി ബ്രാൻഡിനെ ചോദ്യം ചെയ്തുകൊണ്ട്, മോദിയുടെ ഗ്യാരണ്ടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് തന്നെ നിരവധി ആശയങ്ങൾ ഉടലെടുക്കുകയുണ്ടായി. എന്താണ് പ്രതിപക്ഷമുയർത്തിയ, അല്ലെങ്കിൽ ജനങ്ങൾ ഉയർത്തിയ, രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ? ഒന്ന്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്? കൃത്യമായി ഇന്ത്യയിലെ യുവാക്കളും ഇന്ത്യൻ ജനങ്ങളും ആവർത്തിക്കുന്നത് വോട്ട് ഫോർ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി വോട്ട്. വോട്ട് ഫോർ ഫാർമേഴ്സ്, കർഷകർക്ക് വേണ്ടി വോട്ട്. വോട്ട് ഫോർ വിമൻസ് റൈറ്റ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വോട്ട്. വോട്ട് ഫോർ റെസ്ലേഴ്സ്, സമരം ചെയ്ത ഗുസ്തി താരങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. തൊഴിലില്ലായ്മക്കെതിരെ വോട്ട് ചെയ്യുക. വോട്ട് ഫോർ സ്കൂൾസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ഫോർ മണിപ്പൂർ, മണിപ്പൂരിന് വേണ്ടി വോട്ട് ചെയ്യുക. വോട്ട് ഫോർ ലഡാക്ക്, ലഡാക്കിന് വേണ്ടി വോട്ട് ചെയ്യുക. മോദി ബ്രാൻഡിനെ തകർക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം വോട്ട് ഫോർ എ ലീഡർ ഹൂ എവർ ഗിവ് അൺസ്ക്രിപ്റ്റഡ് ഇൻ്റർവ്യൂസ്. വോട്ട് നൽകേണ്ടത് സ്ക്രിപ്റ്റ് ഇല്ലാത്ത അഭിമുഖങ്ങൾ നൽകുന്ന ഒരു നേതാവിനായിരിക്കണം. നരേന്ദ്രമോദിയുടെ അഭിമുഖങ്ങളും ചോദ്യോത്തരങ്ങളും സ്ക്രിപ്റ്റ് ചെയ്ത, തിരശീലയ്ക്ക് പിന്നിൽ തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് ഇന്ത്യയിലെ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് അൺസ്ക്രിപ്റ്റഡായ ഇൻ്റർവ്യൂ നൽകാൻ കഴിയുന്ന ആൾക്ക് വോട്ട് ചെയ്യുക എന്ന ആശയം ഇന്ത്യയിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകാത്ത ഒരു നേതാവിന് വോട്ട് ചെയ്യുക. വോട്ട് ഫോർ എ ലീഡർ ഹു ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് ഹംബിൾ, വിനയാന്വിതനും വിദ്യാഭ്യാസവുമുള്ള നേതാവിന് വോട്ട് ചെയ്യുക. വോട്ട് ഫോർ ഡെമോക്രസി, ജനാധിപത്യത്തിന് വോട്ട് ചെയ്യുക. വോട്ട് ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ജനാധിപത്യത്തിൻ്റെ അന്തസത്തയും അടിസ്ഥാന വിഷയങ്ങളും ഉയർത്തുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം സാധ്യമാക്കാൻ ഇന്ത്യ മുന്നണിക്കും പ്രതിപക്ഷത്തിനും സാധിച്ചു എന്നതാണ് 2024 ഇലക്ഷൻ ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.